MTS പരീക്ഷയ്ക്ക് ഈ കഴിഞ്ഞ ഷിഫ്റ്റുകളിലെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നോക്കാം. അപ്പോൾ അധികം സമയമൊന്നും ഞാൻ എടുക്കുന്നില്ല. നേരെ നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കറന്റ് അഫയേഴ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ കറന്റ് അഫയേഴ്സിൽ നിന്ന് നോക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISSുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നാസയുടെ എൻവിഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് സ്പേസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ വിസിറ്റുകൾ, അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെയായിരുന്നു എന്ന സമയത്ത് വിസിറ്റ് ചെയ്തത്, അതുപോലെ തന്നെ പുള്ളിക്കാരൻ എന്തെങ്കിലും ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ അവാർഡ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലൊക്കെ പോയപ്പോൾ അർജന്റീന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഓരോ ടൈറ്റിൽസും അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള ഓണേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആയിട്ട് മിക്ക ഷിഫ്റ്റുകളിലും കണ്ടിട്ട് വരുന്ന ടോപ്പിക്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ സ്കീംസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉല്ലാസ് എന്ന് പറയുന്ന സ്കീമിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇൻസ്പയർ എന്ന് പറഞ്ഞ സ്കീമിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദിശ എന്ന് പറയുന്ന സ്കീമിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള കറണ്ട് അഫയർ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഈ പോർഷൻസ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി FDI ഇൻവെസ്റ്റ്മെന്റ് നോക്കാനാണെങ്കിൽ ഹയസ്റ്റ് FDI വന്നത് ഏത് സ്റ്റേറ്റിനാണ്, ആ രീതിയിലുള്ള ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ FDI ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എവിടെയാണ് നടന്നത്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവാർഡ്സിലേക്ക് കടക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവാർഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജ്ഞാനപീഠ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജ്ഞാനപീഠ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ കറണ്ട് അഫയറിൽ കത്തി നിന്ന ടോപ്പിക്കുകളിലൊന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പണുമായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രധാന അപ്പോയിന്റ്മെന്റുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പ്രധാന അപ്പോയിന്റ്മെന്റുകൾ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോഴത്തെ എക്സാമുകളുടെ ഒരു ട്രെൻഡ് വെച്ച് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ കൂടുതലായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ ഒരു കാരണവശാലും മിസ്സാക്കാനായിട്ട് പാടില്ല. ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ എക്സാമിന് മുന്നേ അതൊന്ന് കണ്ടിട്ട് പോയേക്കാം. അതിനുശേഷം 58th ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അടുത്ത പോലെ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. അഗെയിൻ സ്പേസ് മിഷൻ ആക്സിയോം 4 മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി GK വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, GK ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, നമ്മുടെ അയണോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ സഹായകരമാകുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ അയണോസ്ഫിയർ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അയണോസ്ഫിയറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 5 ഇയർ പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ 5th 5 ഇയർ പ്ലാൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5ാമത്തെ 5 ഇയർ പ്ലാൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബാങ്ക് നാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് 1969 ബാങ്ക് നാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ടെമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ചൗസത്ത് യോഗിനി ടെമ്പിൾ, ഈ ഒരു ടെമ്പിളിനെ ബേസ് ചെയ്തിട്ട്, അതായത് ടെമ്പിളിന്റെ ഒരു പേര് മറ്റൊരു പേരിൽ കൂടി ഈ ടെമ്പിൾ അറിയപ്പെടുന്നുണ്ട്, അത് എന്താണെന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ സെൻസസ് നോക്കിക്കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീർ ഇൻക്ലൂഡ് ചെയ്ത സെൻസസോ ഇൻക്ലൂഡ് ചെയ്യാത്ത സെൻസസോ അതിന്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫെസ്റ്റിവൽസ് നോക്കാനായിട്ടാണെങ്കിൽ നവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നവരാത്രിയെ മറ്റൊരു പേരിൽ ഒരു സംസ്ഥാനത്ത് അറിയപ്പെടുന്നുണ്ട്, അത് എന്ത് എന്ന പേരിലായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് ബുക്സ് നോക്കിക്കഴിഞ്ഞാൽ സരോജിനി നായിഡു എഴുതിയിട്ടുള്ള ഒരു ബുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ഫോംസ് നോക്കിക്കഴിഞ്ഞാൽ തുമ്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേവ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അജന്ത എല്ലോറ കേവ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അജന്ത എല്ലോറ കേവുകൾ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കറിയാം കേവ്സ് കുറച്ചധികം പഠിക്കാനുണ്ട്. സീത നിവാസൽ കേവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബിംബേഡ്ക കേവ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കേവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേവ്സ്, ആ കേവ് പെയിന്റിങ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി ഗുപ്ത പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ മൗര്യൻ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ അശോകന്റെ ടൈം പീരീഡ് ആണ്. അശോകന്റെ ആ ഒരു സർനാഥ് പില്ലറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് ജാതക ടൈൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ജാതക കഥകൾ, ജാതക ടൈൽസുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിസത്തിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിൽ അസോസിയേഷൻസിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടതായിട്ട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു.
നമുക്ക് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് പോയി കഴിഞ്ഞാൽ അസോസിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ഷിഫ്റ്റുകളിൽ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിലെ അസോസിയേഷനും അതിന്റെ ഫൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ടും ലൊക്കേഷൻ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന അസോസിയേഷൻ ഇന്ന സ്ഥലത്താണോ ഫൗണ്ട് ചെയ്തതെന്നുള്ള ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസോസിയേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ അതിന്റെ ലീഡേഴ്സും അതിന്റെ ബുക്സും പഠിക്കാനായിട്ട് മറക്കല്ലേ. ആ ഒരു ടോപ്പിക് എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ജോഗ്രഫിയിലെ ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ലേക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്, സലൈൻ വാട്ടർ ലേക്ക് അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്ന്. അങ്ങനെയല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേക്കുകൾ എല്ലാം തന്നെ പഠിച്ചിട്ട് പോകണം. അതുപോലെ കറണ്ട് അഫയറിൽ 1-2 ലേക്കുകൾ വന്നിട്ടുണ്ട്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഒന്ന് നോക്കി വെച്ച് പോയേക്കാം. ഇനി സയൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ മെഡുലയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ വൊമിറ്റിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഓർഗൻ എന്താണെന്നുള്ള ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊളോയിഡ്സ്, മിക്സ്ചേഴ്സ് ആ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി യൂണിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന് ഐസോടോപ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഐസോടോപ്സ് അതായത് പല എലമെന്റ്സിന്റെയും ഐസോടോപ്സുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡയാലിസിസ് ഇൻവെന്റ് ചെയ്തത് ആരാണ്, സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ലൈസോസോംസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്ലാന്റ് ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫംഗൽ ഡിസീസസ് ആയിരുന്നു. അത് ഈ പ്ലാന്റ്സിൽ തന്നെ അഫക്ട് ചെയ്യുന്ന ഫംഗൽ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആസിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് കെമിസ്ട്രിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വൈറ്റമിൻ എച്ചുമായിട്ട് ബന്ധപ്പെട്ട് ബയോളജിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെർട്ടറുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് ഇൻവെർട്ടറിന്റെ ഒരു കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത്, AC to DC ആണോ DC to AC ആണോ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. എനിക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്ക ഷിഫ്റ്റുകളിലും റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ടോപ്പിക്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ MTS പരീക്ഷ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ പഠിച്ചിടണമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഫുൾ കോൺഫിഡൻസിൽ തന്നെ പോയി അങ്ങ് അറ്റൻഡ് ചെയ്തോ. വേറെ ഒന്നും ചിന്തിക്കാനായിട്ട് പോകണ്ട. എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ജോലി കിട്ടുമോ, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. നേരെ എക്സാം ഹോളിലേക്ക് ചെല്ലുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് ആലോചിക്കുക. ആ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ആലോചിച്ചാൽ മതി, നിങ്ങളുടെ അറിവിനെ കുറിച്ച്, നിങ്ങൾ പഠിച്ച കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ബ്രെയിനിൽ ഇട്ടുകൊണ്ടും മാത്സ്, GK, റീസണിങ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിലിട്ട് ഒരേ സമയം ആലോചിക്കാതിരിക്കുക. വളരെ കൂളായിട്ട് പോയി എക്സാം എഴുതുക. ഫുൾ കോൺഫിഡൻസിൽ എക്സാം എഴുതുക. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കട്ടെ. കൂടാതെ വരാനിരിക്കുന്ന SSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് SSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംശയങ്ങൾ നമ്മളുടെ സൂപ്പർ നോട്ട്സിന്റെ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർപ്പാക്കാനും വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഗൂഗിൾ ഫോം താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് SSC പരീക്ഷകൾക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, എന്തൊക്കെയാണ് എനിക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടോ, അതിന്റെ സൊല്യൂഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡയറക്ട്ലി ഫാക്കൽറ്റീസ് വരെ ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. കൂടാതെ നമ്മുടെ SSCയുടെ CGL, CHSL, MTS തുടങ്ങിയ GD കോൺസ്റ്റബിൾ തുടങ്ങിയ സകല എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. GD കോൺസ്റ്റബിൾ ആണ് നമുക്കറിയാവുന്ന പോലെ ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ആയിരിക്കും. അപ്പോൾ SSC, CGL, CHSL തുടങ്ങിയ ബാച്ചുകളിലേക്കെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ അടങ്ങിയിട്ടുള്ള ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാത്തിനും തരുന്നത്. CGL, CHSL, MTS സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതല്ലാതെ ഒറ്റ മാത്സ് ക്ലാസ് എന്നിട്ട് എല്ലാം പോയി പഠിക്കാൻ പറയല്ല. നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിൽ CGL ഉള്ള പക്ക ക്ലാസ്സുകൾ അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൂപ്പർ ബാച്ച് ആയിരിക്കും ഇത്. നിങ്ങൾക്ക് വീക്ക്ലി മോട്ടിവേറ്റിംഗ് സെഷൻസ് ഉണ്ടാവും. പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷിന് മലയാളത്തിലുള്ള നോട്ടുകൾ ഉണ്ടാവും. തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ കൺമുന്നിൽ എത്തിച്ചു തരുന്ന ഒരു ബാച്ച് ആയിരിക്കും SSCയുടെ ഈ ഒരു ജനറൽ ബാച്ച്. അപ്പോൾ ഈ ഒരൊറ്റ ബാച്ചിലൂടെ തന്നെ SSCയുടെ എല്ലാ പരീക്ഷകൾക്കും വേണ്ട കോച്ചിങ് നിങ്ങൾക്ക് കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ്. കൂടാതെ മക്കളെ, എന്തെങ്കിലും നിങ്ങൾക്ക് SSC, RRB പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടണോ, നേരെ പോയി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. കൂടാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫ്രീ മെറ്റീരിയൽസോ അല്ലെങ്കിൽ PYQസും ഡെയിലി പോളും ഒക്കെ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാതെ MTS എക്സാമിനേഷൻ പോയി തകർത്തിട്ട് വാ. ഓൾ ദ ബെസ്റ്റ്.